വലിയ മനുഷ്യൻ. എന്നെ കൊണ്ട് തന്നെയല്ലേ പറയുന്നത് വലിയ മനുഷ്യനാണെന്ന്. അയ്യോ ചിരിക്കരുതെന്ന് പറഞ്ഞിനവൻ. ഇങ്ങനെയൊക്കെ കേട്ടാൽ ആർക്കാണെങ്കിലും ചിരി വരും. അവന് പറഞ്ഞതുപോലെ ഗൗരവത്തിൽ തന്നെ നിൽക്കാം. ഈ വലിയ മനുഷ്യനാ ഇയാളെങ്ങനെയാണ് നമ്മുടെ സ്കൂളിലേക്ക് എത്തിയത്? അത് നടന്നിട്ട്. അയ്യോ ഏന്റി സംസാരിച്ചാൽ മുഴുവൻ കുളമാക്കുമല്ലോ. ഇവരോട് ഞാൻ പറഞ്ഞു കൊടുത്തതല്ലേ ആരെന്ത് ചോദിച്ചാലും ഒന്നും മറുപടി പറയണ്ടായിരുന്നു. എടാ ഇക്രു, നീ എന്ന് അങ്ങോട്ട് നോക്കിയിട്ട് പെറുപെറുക്കുന്നത്? സത്യം പറ, ഇതാരാ? എടാ അത് ഞാൻ നിനക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം. നീ തൽക്കാലം ഇപ്പോൾ വായും പൂട്ടി നിൽക്ക്. എടാ ഇക്രു, ഇയാളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് പിന്നെ ഇയാൾ ധ്യാനിക്കുകയാണ്. അതെന്തെന്നാ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോട്. ആ പോട് പോട്. ഈ പണ്ടാരം പോയില്ലേ? ഇവൾ പോയിട്ട് വേണം മനുഷ്യന് തലമര്യാദയ്ക്ക് വെക്കാൻ. കഴുത്ത് വേദനയാകുന്നു. അല്ല ഇവരെന്തിനാ നമ്മുടെ സ്കൂളിലേക്ക് വന്നത്? നീ എന്നോട് ഒന്നും ചോദിക്കണ്ട, എനിക്കൊന്നും അറിയില്ല. നീ പോട്. എന്നാൽ നീ പറയണ്ട, ഞാൻ ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ ഏടി തുളസി, നീ അവരോടൊന്നും ചോദിക്കണ്ട. നീ ഒന്നും പറഞ്ഞു തരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിക്കും. അയ്യോ ഇപ്പോൾ എല്ലാം കുളമാകുമെന്നാ തോന്നുന്നത്. ഹലോ ഹലോ ഏടി തുളസി, നിന്നോടാ പറഞ്ഞതൊന്നും ചോദിക്കരുതെന്ന്. എടാ അവൾ ചോദിച്ചോട്ടെ, അതിന് നിനക്കെന്താ? ഇയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണ്ട. അതെന്താ? അത് പിന്നെ നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏടി തുളസി, ഇയാൾ എന്നോട് പറഞ്ഞിനി ഇയാളെ ശല്യം ചെയ്യരുതെന്ന്. അതിന് ഞാൻ ശല്യം ചെയ്യുന്നുണ്ടോ? ഇയാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതല്ലേ? അത് തന്നെ അയാൾ പറഞ്ഞത്. അയാളോട് ആരും ഒന്നും ചോദിക്കണ്ട എന്ന്. അതെന്താ ചോദിച്ചാലേ? ചോദിക്കണ്ട, അത്ര തന്നെ. ആഹാ എനിക്ക് ചോദിക്കണം, ഞാൻ ചോദിക്കും. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കാം, നീ ചോദിക്കണ്ട. എന്നാൽ നീ ചോദിക്ക്, ആരാണ് ഇയാൾ? ഹലോ ഓലോ, ഇവിടെ കുറച്ച് പേരുണ്ട്. ഞാൻ ഇക്രു, ഇത് സൽമാൻ, അത് തുളസി. അയിനി ഇതുപോലത്തെ വർത്താനം ഞാൻ എവിടെയോ കേൾക്കാറുണ്ടല്ലോ. ഇവരെല്ലാം കുളമാക്കുമെന്നാ തോന്നുന്നത്. ഹലോ ഓലോ, അത് പിന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടല്ലേ? ഇല്ല, നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്കെന്തിനാ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട് വേണ്ടത്. ഇവരെന്താ ഇങ്ങനെ? ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞാൽ പോരെ, എന്നാൽ ആരും ഒന്നും സംസാരിക്കില്ലല്ലോ. ശരിക്കും നിങ്ങൾ ആരാണ്? ഞാൻ തന്നെ. അതല്ല, നിങ്ങൾ ആരാണ്? ഞാനാണ്. അതല്ല, നിങ്ങളുടെ പേരെന്താ? അയ്യോ ഇവർ ഇപ്പോൾ പേര് പറയുമെന്നാ തോന്നുന്നത്. ഞാൻ കുഞ്ഞൻസ്വാമി. കുഞ്ഞൻസ്വാമിയോ? അല്ല, കുഞ്ഞൻസ്വാമിയുടെ ഇളയ മകൻ കുഞ്ഞുസ്വാമി. അല്ലേ കുഞ്ഞുസ്വാമി? അതെ അതെ, ഞാനാണ് കുഞ്ഞുസ്വാമി, കാണുമ്പോൾ വലിയ സ്വാമി. അതൊക്കെ എന്തിനാ ഇങ്ങനെ വിശദീകരിക്കുന്നത്? അല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? എടി തുളസി, നീ പോയേ. കുറെ സമയമായല്ലോ നീ ഓരോന്ന് ചോദിക്കുന്നത്. ആഹാ, അതിന് നിനക്കെന്താ? ഞാൻ ഇവരോടല്ലേ ചോദിക്കുന്നത്, നിന്നോടല്ലോ. നീ ആരോട് ചോദിക്കണ്ട. വാ നടക്ക്, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളും ചോദിക്കുന്നില്ല, നീയും ചോദിക്കണ്ട. വാ നമുക്ക് എല്ലാവർക്കും പോകാം. എന്നേരം ഞാനോ? അയ്യോ ഇവരെല്ലാം കുളമാക്കി. ഇങ്ങനെ ബായ്മ്പോൾ നിൽക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ഏന്റിയാണെന്ന്. സ്വാമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? എന്റെ അല്ലോ, എന്ത് പറഞ്ഞാലും അനങ്ങാണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചു പോയല്ലോ. ഇനി ഗൗരവത്തിൽ തന്നെ നിൽക്കാം. മനസ്സിലായി കുട്ടി, മനസ്സിലായി. ഏടാ ഇവർ എന്താ ഈ പറയുന്നത്? അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഏടാ ഇവരെ ഞാൻ എവിടെയോ കണ്ടിനി. എനിക്ക് അറിയാവുന്ന സ്വാമിയാണെന്നാ തോന്നുന്നത്. ഞാനും ഇവരെ എവിടെയോ കണ്ടിനി. എല്ലാവർക്കും ഡൗട്ട് വന്ന്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ നടക്ക്, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എന്നാൽ സ്വാമി ഞങ്ങൾ പോവുകയാണ്. നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്ക്. ദാനിച്ച്. എന്നാൽ നടക്ക്, നമുക്ക് പോകാം. ഇവിടെ അധികം നിന്നാൽ എല്ലാം കുളമാകും. വേഗം വാ. എന്നാലും ശരിക്കും ഇതാരാ? ഇവരുടെ ഈ സംസാരവും മുഖത്തിന്റെ ഷേപ്പും ഒക്കെ ഞാൻ എവിടെയോ കണ്ടിനി. അടുത്ത് നിന്ന് നോക്കാം. എന്താണ് ചേർക്കാൻ നോക്കുന്നത്? അവരുടെ കൂടെ പോട്. അയ്യോ താടി വീണുപോയി. ഇവിടെ ചേർക്ക, വായ് കൊണ്ട് നിൽക്കാണ്ട് ആ താടി എടുത്തിട്ട് ഇവിടെ വെക്ക്. ഇവിടെ താടി എടുത്തിട്ട് വെക്കാൻ. ഈടാ നിന്നോട് വെക്കാനല്ല പറഞ്ഞത്, എനിക്ക് വെച്ച് താടാ. ഇനി വായ് കൊണ്ട് നിൽക്കാണ്ട് അവരുടെ പിന്നാലെ പോട്. അവരുടെ പിന്നാലെ പോകാൻ. അയ്യോ ഇങ്ങനെയുണ്ടോ ഒരു പൊട്ടൻ? മരപ്പൊട്ടൻ. എന്നാലും ഇല്ല, നീ ഒന്ന് വേഗം പോട്.
എന്താടാ? എടാ, അതാരാണെന്ന് നിനക്ക് മനസ്സിലായിനോ? അയ്യോ, ഇവനിപ്പോൾ അത് ഉറക്കെ വിളിച്ചു പറയും. എടാ, അത് കേട്ടാൽ നീ ഞെട്ടും. നീ ഒന്ന് ഭയം പൊട്ടി നിന്നേ. എടി തുളസി, നിന്റോടല്ല നടക്കാൻ പറഞ്ഞത്? അല്ല, അവനെന്നാ പറയുന്നത്. അത് നിന്റോടല്ല, എന്റോടല്ല അവൻ പറയുന്നത്. നീ ഒന്ന് പോയേ. ഞാൻ പോകാൻ നീ എന്തിനാ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? ഓ, ഒന്ന് വന്നേ. വേഗം പോട്, നിന്നെ പരിപാടിക്ക് വിളിക്കുന്നുണ്ട് മിസ്. അപ്പോൾ നിങ്ങളാ? ഞങ്ങൾ അങ്ങോട്ട് വരും, നീ നടക്കേ. പോയി സാധനം, സമാധാനമായി. എടാ, നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ ഞൊട്ടും. സത്യാടാ, നിനക്കത് ആരാണെന്ന് മനസ്സിലായിനോ? അതാണ് നമ്മുടെ കുഞ്ഞാമിത്ത. ആണോ? ഞാൻ വിചാരിച്ച സുലൈമാനിക്കാണെന്ന്. നീ എന്താടാ ഇങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞത് കാര്യാ. ആണോ? ഞാൻ വിചാരിച്ച തമാശ പറഞ്ഞതാണെന്ന്. ഒരു പൊട്ടനി. ആര്? നീ തന്നെ, അല്ലാണ്ട് വേറെ ആര്? എടാ പൊട്ട, ഏന്റിയ സാമിയെ പോലെ അവിടെ ഇരുത്തിയത് ഞാനാണ്. നീയാ? എന്തിന്? നീയാ ജഡ്ജിയുടെ മുടി വെട്ടിയില്ലേ? ആ മുടി ക്ലാസ്സിൽ എവിടെ ഒളിപ്പിച്ചു വെക്കാനാ? ആ തുളസി പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ഏന്റി ആ മുടി എടുത്തിട്ട് താടി പോലെ വെച്ചിട്ട് അവിടെ ഇരുന്നത്. എടാ ഇക്രു, അവള് പോയാ? ഏന്റി നിങ്ങളോടാരും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. അല്ലടാ, അവള് പോയാ? ഇങ്ങളൊന്ന് വന്നേ. ശരിക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ആ തുളസി ശരിക്കും പോയില്ലേ? അവള് പോയിനി. എന്നാലും കുഞ്ഞാമിത്തിയാണ് സാമ്യായി നിന്നതെന്ന് എനിക്കെന്താ മനസ്സിലാവാതിരുന്നത്? അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ശരിക്കും ഒരു പൊട്ടൻ തന്നെ. എടാ ഇക്രു, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? അതെ, അങ്ങനെയാണ് ഞാൻ കുഞ്ഞൻ സ്വാമിയായത്. ഈ കുഞ്ഞാമിത്തിയാണ് കുഞ്ഞൻ സ്വാമി എന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. നിനക്ക് മാത്രമല്ല, ആ തുളസിക്കും മനസ്സിലായില്ല. ശരിക്കും നിങ്ങൾ മണ്ടന്മാർ തന്നെ അല്ലേ? എനിക്ക് മനസ്സിലായിക്കല്ലോ ഞാൻ തന്നെയാ കുഞ്ഞാമിയെന്ന്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ നിങ്ങൾ തന്നെയാണെന്ന്? നിങ്ങളെന്നാ പറയുന്നത്? എന്തെല്ലോ മണ്ടത്തരം വിളിച്ചു പറയുന്നത്. നിങ്ങൾ തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്ക് പോലും. എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? മണ്ടത്തരല്ലാണ്ട് ആ വായിൽ നിന്നും ഒന്നും വീടില്ല. അതോ പറഞ്ഞത് കാര്യ. നിങ്ങളെ വായിൽ നിന്നും മണ്ടത്തരമല്ലാണ്ട് വേറൊന്നും വീഴില്ല. ജഡ്ജിയല്ലേ അത്? ജഡ്ജിയുടെ മുഖത്ത് എന്തോ ഒരു മാറ്റമുണ്ടല്ലോ. ജഡ്ജിയുടെ മുടിയുടെ നീളമുണ്ടോ കുറഞ്ഞിന്? ഉണ്ട്. നേരത്തെയുള്ള മുടിയുടെ നീളമല്ല ഇപ്പോൾ ഉള്ളത്. ഞാനൊന്ന് ആലോചിച്ചു നോക്കട്ടെ. നേരത്തെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള മുടി എങ്ങനെയായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും ജഡ്ജിയുടെ മുടിയുടെ നീളം കുറഞ്ഞിന്. എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? ഉണ്ട്. ഞാനത് നിങ്ങളോട് ചോദിക്കാൻ പോവുകയായിരുന്നു. നിങ്ങളുടെ മുടിയുടെ നീളമുണ്ടല്ലോ കുറഞ്ഞിന്. അയ്യോ, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അയ്യോ, എന്തിനാ കരയുന്നത്? മാം, എന്തിനാ കരയുന്നത്? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്റെ മുടിയുടെ നീളം കുറഞ്ഞത്. എന്റെ മൊഞ്ചൊക്കെ പോയി. ഞാനത് പറയാൻ പോവുകയായിരുന്നു. ഇപ്പോഴാണ് നിങ്ങളെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുള്ളത്. ഭംഗിയോ? നീ കളവ് പറയുന്നതല്ലേ? അല്ല, ഇപ്പോഴാണ് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുള്ളത്. സത്യം തന്നെയാണോ? അതെ മാം, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ. എനിക്ക് സമാധാനമായി. ശരിക്കും ഞാൻ ഇത്രയും സമയം നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ മുടി കാണുന്നില്ല. എങ്ങനെയാ മുടി പോയതെന്ന് എനിക്കറിയില്ല. നീ ഇപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. അത് ഞാൻ പറഞ്ഞത് കാര്യമാ. നിങ്ങൾ ഇപ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുള്ളത്. അതല്ല, അതെങ്ങനെയാ പെട്ടെന്ന് മുടിയൊക്കെ കാണാതായത്? അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പെട്ടെന്ന് മുടി കാണാതെയായി പോകുമോ? പോകുമല്ലോ. നീ എന്റേത് നോക്ക്, എന്റെ മുടി കാണുന്നില്ല. അതെങ്ങനെയാ? അയ്യോ, എന്റെ മുടി. സമാധാനം, ഇവിടെ തന്നെയുണ്ട്. എന്നാലും അതെങ്ങനെയാ നിങ്ങളുടെ മുടി നിങ്ങൾ അറിയാതെ തന്നെ കാണാതെ പോയത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അത് പോയി. ഇനി പറഞ്ഞിട്ടെന്താ? എനിക്കിപ്പോൾ ഒരു പ്രശ്നവുമില്ല. ഏടാ കേട്ടാ, അവർക്ക് പ്രശ്നമില്ലെന്ന്. സമാധാനമായി. എനക്കും സമാധാനമായി. ഇങ്ങക്കെന്തിനാ സമാധാനമായത്? അല്ല, ഇനിയും ഇങ്ങനെ സാമീനെ പോലെ നിക്കണ്ടാലോ. ഇപ്പോഴാ ഒന്ന് സമാധാനമായത്. അത് തന്നെ, ആ മുടിയുടെ പ്രശ്നം സോൾവ് ആയില്ലേ? പക്ഷേ നമ്മുടെ ജോലി കഴിഞ്ഞില്ലല്ലോ. എന്ത് ജോലി? ആ തുളസിയുടെ മുടിവെട്ടൽ തന്നെ. അത് കഴിഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാകൂ. ഒരൊറ്റ ചവിട്ടങ്ങ് തരും ഞാൻ. നിനക്ക് ഇത്രയും സമയം നടന്നതൊന്നും മതിയായില്ലേ?
ഒരു വിധത്തിലാ ആ ജഡ്ജിയുടെ മുടിയുടെ പ്രശ്നത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. ഇനിയും അവന് മുടിവെട്ടണം പോലും. അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ പോയിട്ട് നിന്റെ മുടിവെട്ട്. ഞാനിനി നിന്നോട് ഇങ്ങനത്തെ ഒരു കാര്യത്തിനുമില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്. അതല്ലടാ, ആ തുളസിയുടെ മുടി നീ പോയി വെട്ടടാ. ഞാൻ ഒറ്റക്കാ. വേണ്ട, ഒരു 10,000 ആളെയും കൂട്ടിപ്പോട്. ഞാനിനി ഇങ്ങനത്തെ നിന്നോട് ഒരു പുലിവാലിനുമില്ല. ഞാനുമില്ല. എന്നാൽ പിന്നെ മുടി വെട്ടണ്ടല്ലേ? അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? നിങ്ങളെ ഞാൻ എത്ര സമയം അന്വേഷിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും സമയം? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അല്ല, നീ എവിടത്തേക്കാ ഈ പെട്ടിയുമായിട്ട്? ഓഹോ, ഇത് ലാബിലേക്ക്. ലാബിലേക്കാ? എന്നാൽ ഞാനും വരുന്നു. എനിക്ക് നേരത്തെ വയറുവേദനയുണ്ട്. ഒന്ന് മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാം. മൂത്രത്തിൽ പഴുപ്പുണ്ടോ എന്നറിയാലോ. നിങ്ങൾ മൂത്രം ടെസ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ലാബല്ല ഇത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ലാബാണ്. എന്നാൽ ഞാൻ പോകട്ടെ. ഇതൊക്കെ ഇവിടെ പെട്ടെന്ന് കൊണ്ടുവെക്കാൻ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാ? ഇല്ലടാ, അത് നാളെയല്ലേ. നീ മറന്നോ? ഓ, നാളെയായിരുന്നോ? അതെ, നാളെയാണ് ഉദ്ഘാടനം. അതിന്റെ ഒരുക്കപ്പാടിലാണ് ഞാൻ. ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കാനാണ് സാർ പറഞ്ഞത്. അല്ല, അതെന്നാടി ഈ ലാബ് എന്ന് പറഞ്ഞാല്? അത് ഇപ്പോൾ എങ്ങനെയാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാ. ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ലാബ്. എന്നാൽ ഇക്രു, എനക്കൊന്ന് പരീക്ഷിക്കാനുണ്ട്. എന്താണാവോ നിങ്ങൾക്ക് പരീക്ഷിക്കാനുള്ളത്? അത് പുട്ടുപൊടി ഇല്ലാതെ എങ്ങനെയാ പുട്ട് ചുടുക എന്ന്. നിങ്ങളൊന്ന് ബായ് പൂട്ടി നിൽക്കുമോ? നിങ്ങളെ പുട്ടും ദോശയും ചുടുന്ന സ്ഥലമല്ല ഈ ലാബ്. അല്ലടാ, ഇവളല്ല പറഞ്ഞത് നമുക്കെല്ലാം പരീക്ഷിച്ചു നോക്കുന്ന സ്ഥലമാണെന്ന്. നിങ്ങൾ ഇവിടുന്ന് സംസാരിച്ചു നിൽക്ക്. ഞാൻ പോകുന്ന, എനിക്ക് സമയമില്ല. എന്റെ കുഞ്ഞാമിത്ത, ലാബ് എന്താണെന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഇപ്പോൾ നേരമില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവള് പോയി. അത് ഞാൻ കണ്ടിനി. എടാ, നീ ഇങ്ങനെ ചൂടാവില്ല. ഇങ്ങക്ക് പുട്ടുപൊടിയില്ലാണ്ട് പുട്ട് ചുടണ്ടേ? അത് എടാ, മതിയടാ, നീ ഇങ്ങനെ ചൂടാവണ്ട. ലാബ് എന്താണെന്ന് തിരിയായിട്ട് ചോദിച്ചതല്ലേ? വാ, നമുക്ക് പോയിട്ട് അത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അല്ലടാ സുലൈമാനെ? സുലൈമാൻ നിങ്ങളെ മാപ്പട. നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പേര് സുലൈമാൻ എന്നല്ല, സൽമാൻ എന്നാണെന്ന്. നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നല്ല ഞാൻ ലാബിൽ പോകാമെന്ന് പറഞ്ഞത്. ലാബിന്റെ ഉദ്ഘാടനം നാളെയാ. അപ്പോൾ നാളെ പോയിട്ട് കാണാൻ പറ്റില്ല. അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇന്ന് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്തൊക്കെയാ അവൻ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ പിന്നെ നമുക്ക് ലാബ് കാണാൻ പോകാംലേ? നടക്കേ. കണ്ടോ, ഇതാണ് ലാബ്. എവിടെ? ഓ, ഇതാണോ ലാബ്? ഇത് തന്നെ. ഇത് ആദ്യം ചെറിയ ലാബായിരുന്നു. ഇപ്പോൾ ഇത് വലുതാക്കി പുതുക്കിയതാണ്. ഇതിന്റെ ഉദ്ഘാടനമാണ് നാളെ. വാ, ഇനി പോകാം. കണ്ടില്ലേ? പോകാം. പോകല്ലടാ, ഇതിന്റെ ഉള്ളിൽ കയറി കണ്ടില്ലല്ലോ. ഇതിന്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല. സാറ് കണ്ടാൽ വഴക്ക് പറയും. അതിന് നിന്റെ മാഷൊന്നും ഇവിടെ ഇല്ലല്ലോ. വന്നാൽ പ്രശ്നമാകില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്. വാ, നമുക്ക് പോകാം. ഇതിന്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് പോകാമെടാ. എന്നാ ഇതിന്റെ ഉള്ളിലൊക്കെ ഉള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്നാൽ വാടാ, നമുക്കൊന്ന് കയറിയിട്ട് വേഗം ഇറങ്ങാം. എന്നാൽ നടക്ക്. ഇതാണോ നിങ്ങളുടെ ലാബ്? എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ കയറുന്നത്. ഞാനും. നമ്മളെയൊന്നും ഇതിൽ കയറ്റില്ലല്ലോ. നമ്മൾ വലിയ ക്ലാസ്സിൽ എത്തണം, എന്നാലേ ഇതിൽ കയറാൻ പറ്റൂ. അത് തന്നെ, നമ്മൾ ഇപ്പോൾ വെറും 3ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അയ്യോ, ആരോ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. സാറായിരിക്കുമോ? സാർ എന്നെ കണ്ടാൽ തല്ലും. സാറിനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ഈ സയൻസ് ലാബിൽ കയറരുതെന്ന്. അയ്യോ, ഞാൻ ഇനി എന്താ ചെയ്യാ? എവിടെയാ ഒന്ന് ഒളിക്കുക? ഇങ്ങോട്ട് പോകാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് പോകാം. എടാ, എനിക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. ആടാ, എനിക്ക് പേടിയാകുന്നുണ്ട്. എന്തിനീ? ഞാനില്ലേ? അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ പേടി. എന്റെ ആന്റി, ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്നും തൊട്ട് കളിക്കരുതേ. അതിന് ഞാനൊന്നും തൊട്ട് കളിച്ചില്ലല്ലോ. കളിക്കരുത് എന്ന് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും വീണ് പൊട്ടിയാൽ എന്നെ സാറ് തല്ലിക്കൊല്ലും. നീ പേടിക്കണ്ടടാ, ഞാനൊന്നും തൊടില്ല. എന്നാൽ വേഗം വാ, നമുക്കിത് കണ്ടിട്ട് വേഗം ഇവിടെ നിന്നും ഇറങ്ങാം. എവിടെയൊന്ന് ഒളിച്ചിരിക്കാം. എനിക്ക് പേടിയാകുന്നുണ്ട്. നല്ല ദാഹമുണ്ട്. കുറച്ച് വെള്ളം കിട്ടുമോ? എന്നാ ഈ ഗ്ലാസ്സിൽ വെള്ളമായിരിക്കുമോ? ഇത് വെള്ളം തന്നെയാണോ? എടാ, ഇവിടെ പല സാധനങ്ങളുമുണ്ട്. ഒന്നും അറിയാതെ വായിൽ പോലും വെച്ചു പോകരുത്. ഇല്ലടാ, എനിക്കറിയാം. ഇവിടെയുള്ള സാധനങ്ങളെല്ലാം വളരെ അപകടമുള്ള സാധനങ്ങളാണ്. വായിലായാൽ ചിലപ്പോൾ മരിച്ചു പോവുകയടക്കം ചെയ്യും. ഒരു സാധനവും നമ്മൾ തൊടണ്ട. കണ്ടിട്ട് വെള്ളം പോലെ തന്നെയുണ്ട്. എന്തായാലും കുടിക്കാം. നല്ല ദാഹം. ഇതിന് വെള്ളത്തിന്റെ ടേസ്റ്റ് അല്ലല്ലോ ഉള്ളത്. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും എന്റെ ദാഹം മാറിയല്ലോ. ഇവിടെ വെക്കാം. എന്നാ സംഭവിച്ചത്?
നോക്കിയാൽ ശരിക്കും എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ആ ഏന്റി, എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒന്ന് തൊടാതിരുന്നാൽ മതി. ആടെ ചെറുക്ക, ഞാനൊന്നും തൊടില്ല. അയ്യോ, സൗണ്ട് ഇങ്ങോട്ട് നിന്നല്ലേ കേൾക്കുന്നത്. അവരിങ്ങോട്ട് എത്തിയെന്ന് തോന്നുന്നത്. ഞാൻ എവിടെ ഒന്ന് വിളിക്കാം. കണ്ണാടിയല്ലേ ഇത്? ഇതിലെന്താ എന്നെ കാണാത്തത്? അയ്യോ, ശരിക്കും എന്നെ കണ്ണാടിയിൽ കാണുന്നില്ലല്ലോ. എനിക്കെന്നാ പറ്റിയത്? എന്തെങ്കിലും എടുത്തു നോക്കാം, അത് കാണുന്നുണ്ടെന്ന് അറിയാലോ. ഈ ഫ്ലാസ്ക് കണ്ണാടിയിൽ കാണുന്നുണ്ടെന്ന് നോക്കാലോ. അയ്യോ, ഇത് കണ്ണാടിയിൽ കാണുന്നുണ്ടല്ലോ, എന്നെ മാത്രം കാണുന്നില്ല. അയ്യോ, എന്തായിരിക്കും ശരിക്കും സംഭവം? എനിക്കെന്നാ പറ്റിയത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ ഞാൻ നേരത്തെ ആ വെള്ളം കുടിച്ചത് കൊണ്ട് വന്നതായിരിക്കുമോ ഇങ്ങനെ? നോക്കാം ആ വെള്ളം എന്താണെന്ന്. അയ്യോ, അതിന്റെ മുകളിൽ ഇൻവിസിബിൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇൻവിസിബിൾ എന്ന് വെച്ചാൽ അദൃശ്യമായി നിൽക്കുക എന്നല്ലേ? അപ്പോൾ എന്നെ ആർക്കും കാണാൻ പറ്റില്ലേ? അയ്യോ, ഇൻവിസിബിൾ ആക്കുന്ന എന്തോ ഒരു കെമിക്കലാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും എന്നെ ഇനി കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങക്കെന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത്? ഇല്ലടാ, ഇനി ഞാനൊന്നും ചെയ്യില്ല. എല്ലാം ചെയ്തിട്ടൊന്നും ചെയ്യില്ലെന്ന് പറയുന്ന അതെല്ലാം വെറും വേസ്റ്റാ. അത് നിങ്ങൾ തൊട്ട് കളിക്കില്ല. അതെനിക്ക് ആദ്യം അറിയില്ലല്ലോ അതിൽ വേസ്റ്റ് ആയിരുന്നതെന്ന്. നീ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എടാ ഇക്രു, നീ അവരോട് പറയണ്ട. നീ അവരെയും പിടിച്ചിട്ട് ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടിങ്ങ് വാ. എന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനാ? ആ, നിങ്ങളിടാൻ തന്നെ. അല്ലാണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ ഞാനെന്താ മീമാഞ്ഞ കവറാ? മീമാഞ്ഞ കവറല്ല, അതിനെക്കാട്ടപ്പുറം നിങ്ങളിങ്ങനെ കളിക്കുന്നതാണെങ്കിൽ ശരിക്കും ഞാൻ നിങ്ങളെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തന്നെ ഇടും. മനസ്സിലാക്കാ? എടാ, അങ്ങനെ പറയലടാ. എന്നാൽ ബായും പൂട്ടി കയ്യും പൂട്ടി മര്യാദയ്ക്ക് നടക്ക്. അയ്യോ, അവരുടെ സൗണ്ടല്ലേ കേൾക്കുന്നത്. അല്ല, ഞാനിനി എന്തിനു പേടിക്കണം? എന്നെ ഇനി ആർക്കും കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഞാൻ ഇതിൽ കയറിയ കാര്യം ആർക്കും മനസ്സിലാകില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാ ഇനി പഴയ പാച്ചവായി മാറുക. അതിനുള്ള മരുന്നും ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ആദ്യം ഇൻവിസിബിൾ ആകുന്ന ഈ കെമിക്കൽ എടുത്തിട്ട് എവിടെയെങ്കിലും മറിക്കാം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുടിച്ചിട്ട് അവരും ഇൻവിസിബിൾ ആകും. ഇത് തന്നെ. ഇതിനി ആരോടും കഴിച്ചു പോകണ്ട. വേഗം എടുത്ത് വേസ്റ്റിൽ കളയാം. നല്ല വൃത്തിയുണ്ട് ഇവിടെയൊക്കെ അല്ലേ? ഇത് പുതിയതായത് കൊണ്ടാടാ. നമ്മൾ ലാബ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പഴയതാകും. എന്നാലും ഈ ലാബിൽ എന്തൊക്കെ സാധനങ്ങളാ ഉള്ളത്? എന്നാ ഏന്റി, നിങ്ങൾക്കെന്ന കുഞ്ഞാമിത്ത ശരിക്കും വട്ടാണോ? ഷോക്ക് അടിക്കുന്നുണ്ടോ? അങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ടെന്നാ? ഇവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു സാർമാരാണെന്ന്. അല്ല, ഇവരെന്തിനാ പേടിച്ചോടിയത്? എന്നെ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനാ ഇവർ എന്നെ നോക്കിയിട്ട് ഓടുന്നത്? ഇനി ഞാൻ ഇൻവിസിബിൾ ആയില്ലേ? നോക്കടാ നോക്ക്, ആ കുപ്പി തനിയെ നടന്നു വരുന്നു. ഞങ്ങൾ കാണുന്നുണ്ട് ഏന്റി, കുപ്പി തനിയെ നടന്നു വരുന്നത്. ഈ കുപ്പി തനിയെ നടന്നു വരുന്നത് കാണുന്നുണ്ടെന്നല്ലേ അവർ പറഞ്ഞത്? അപ്പോൾ അവർ ഈ കുപ്പി മാത്രമേ കാണുന്നുള്ളൂ, എന്നെ കാണുന്നില്ല. അപ്പോൾ ശരിക്കും എന്നെ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലേ? എന്തായാലും ഞാൻ ഈ കുപ്പി വേസ്റ്റിലിടാം. ആരോടും എനിക്ക് പിടിച്ചു പോകണ്ട. നോക്കടാ, ആ കുപ്പി തനിയെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോയി. എടാ സൽമാനെ, ഇതിന്റെ ഉള്ളിൽ പ്രേതമുണ്ടടാ. ഇവിടെ എന്നാടാ നടക്കുന്നത്? എനിക്കറിയില്ലടാ. ഇവരൊക്കെ വിചാരിക്കുന്നത് പ്രേതമാണെന്ന്. എന്നാലൊന്ന് പറ്റിച്ചാലോ? എന്തായാലും ഇൻവിസിബിൾ ആയി. ഇനി ഇവരെ ഒന്ന് പറ്റിക്കാം. നല്ല രസമുണ്ട് ഇവർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണാൻ. സാധനങ്ങൾ തനിയെ നടന്നു പോകുന്നതാണെന്നാ ഇവർ വിചാരിക്കുന്നത്. അത് ഞാൻ കൊണ്ടുപോകുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അതാണ് ഫുൾ ബിറ്റ്. ഏട്ടാ, അതെങ്ങനെയാടാ തനിയെ ആ ബോട്ടിൽ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് പോയത്? എനിക്ക് അറിയില്ലടാ. എന്റെ അല്ലോ, ഇനി ഇതിന്റെ ഉള്ളിൽ വല്ല കുട്ടിപ്പിശാചുമുണ്ടാ? കുട്ടിപ്പിശാചല്ല, ഈ കുട്ടിപ്പാച്ചുവാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇങ്ങനെ നിന്നിട്ട് വെറുതെ സമയം കളയണ്ട. ഇവരെ ഒന്ന് നന്നായി പേടിപ്പിക്കാം. എന്നാ ഒന്ന് എടുക്കുക. അത് തന്നെ, അതെടുത്തൊന്ന് പേടിപ്പിക്കാം. എടാ, നിങ്ങൾ പോയിന്ന് നോക്ക്. എന്ത് നോക്കുവാൻ? ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ പോയ കുപ്പി അവിടെ തന്നെ ഉണ്ടോ എന്ന്. തിങ്ങക്ക് പോയി നോക്കിക്കോറോ. ഇങ്ങളല്ലേ മുന്നിലുള്ളത്? എനിക്ക് ഇവിടുന്ന് കുറെ നടക്കാനുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് അടുത്താ. വേഗം പോയി നോക്കിയിട്ടിങ്ങ് വാ. എന്ത്? ഞങ്ങൾക്ക് ഇവിടെ നിന്നും അടുത്താണെന്നോ? ഇപ്പൊ എങ്ങനെ? ഇപ്പോൾ നിങ്ങൾ മുന്നിലായില്ലേ, ഇനി നിങ്ങൾക്കാണ് അടുത്ത്. നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വാ. എടാ ചെറുക്ക, എന്നാ നീ പോയിട്ട് നോക്കിയിട്ട് വാ. അമ്മടെ കുളുസോ, ഞാൻ നോക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോ. എന്നാൽ നമുക്ക് 3 പേർക്കും പോയി നോക്കിയാലോ? അങ്ങനെ പറ. എന്നാൽ നമുക്ക് 3 പേർക്കും പോയി നോക്കാം.
എന്നാൽ നീ മുന്നിൽ നടക്ക്. ഞാൻ മുന്നിലൊന്നും നടക്കില്ല. വാ, നമുക്ക് 3 പേർക്കും ഒരുമിച്ച് നടക്കാം. എടാ, എനിക്ക് പേടിയാകുന്നുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ട്. പേടിക്കണ്ടടാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾ വേഗം നോക്കിയിട്ടിങ് വാ. അതെവിടുന്ന? അവിടുന്ന് വായുമ്പോൾ നിൽക്കാണ്ട് ഞങ്ങളെ കൂടെ വാ. എടാ, അത് പിന്നെ പേടിയാകില്ലേ? ആർക്ക്? എനിക്ക് തന്നെ. ഓ, ഇങ്ങളൊന്ന് വന്നേ. അഥവാ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 പേർക്ക് സംഭവിക്കട്ടെ. അങ്ങനെ നിങ്ങൾ മാത്രം രക്ഷപ്പെടണ്ട. അങ്ങനെ പറയലടാ, ഞാൻ രക്ഷപ്പെട്ടോട്ടെ. ഓ, നിങ്ങളൊന്ന് വന്നേ. നോക്കിയേ, ആ ബോട്ടിൽ ഇതിൽ തന്നെയുണ്ട്. ഓ, ഉണ്ടാ, സമാധാനമായി. എന്നാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ നിൽക്കാം. നിങ്ങളെന്താ കളിക്കുന്നത്? എടാ, ശരിക്കും എനിക്ക് പേടിയാക്കുന്നുണ്ടടാ. നിങ്ങൾ പോയിട്ട് ആ ബോട്ടിലൊക്കെ നോക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. എടാ ഇക്രു, നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകാം. അതാ നല്ലത്. അവിടെ ഇങ്ങനെ നിൽക്കാണ്ട് വാ, നമുക്ക് പോകാം. പോവുകയാണോ? ആ, പോവില്ല. എന്റെ അടുത്തൊരു സാധനമുണ്ട്, അത് കണ്ടിട്ട് പേടിക്ക്. നമുക്ക് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? ആ, അങ്ങോട്ട് തന്നെ. വാ, നടക്ക്. പിന്നെയും വന്ന്. എന്ത് വന്ന്? എടാ, കുഞ്ഞാമിത്താക്ക് വട്ടായ. അവനെവിടെ പോയി? ഇതെന്നാ? എടാ, കണ്ട കത്രിക തനിയെ നടന്നു വരുന്നത് കണ്ട? ഈ റൂമിൽ എന്തോ ഉണ്ട്. അവര് വിചാരിക്കുന്നത് ഈ കത്രിക തനിയെ നടന്നു വരുന്നതാണെന്ന്. എടാ, ആ കത്രിക എന്താ ഇങ്ങോട്ട് വരാത്തത്? അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങോട്ട് എന്തിനാ ഏന്റി വരുന്നത്? ഇങ്ങളെ മുറിക്കാനാ? എന്റെ ഒന്നോ, എന്നെ മുറിക്കാനല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഇതും എടുത്ത് അവരുടെ പിന്നാലെ ഓടാം. അപ്പോൾ അവർ പേടിച്ച് ഓടി തളർന്നു പോകും. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ? ഇനി ഇത് വേണ്ട, വേറെ സാധനം എടുത്തിട്ട് പിന്നാലെ പോകാം. അവരെ ഞാനിന്ന് പേടിപ്പിച്ച് കൊല്ലും. അല്ല, ഞാനിനി ഇങ്ങനെയാ പണ്ടത്തെ പാച്ചു ആവുക? എന്നെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇനി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അയ്യോ, അങ്ങനെയാകുമോ? ഇല്ലായിരിക്കും. ഞാൻ ഏതോ ഒരു സാധനം കുടിച്ചപ്പോഴല്ലേ ഇങ്ങനെയായത്. അതുപോലെ നേരെയാക്കാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടാകും. എന്തായാലും ആ മരുന്ന് അന്വേഷിക്കാം. കൂടെ അവരെ ഒന്ന് പേടിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങോട്ട് തന്നെയാണ് അവർ പോയത്. എവിടെയാ ഒന്ന് ഒളിക്കുക? കുഞ്ഞാമിത്തെ വിക്രമും എവിടെയാ പോയത്? അതെന്നാ സൗണ്ട്? ഇവിടെ സൽമാനെ, ഇങ്ങോട്ട് വാ. ഇക്രു, നീ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, കുഞ്ഞാമിത്തെ എവിടെ? ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതാണ്. ഏന്റി എവിടെയാ പോയതെന്ന് എനിക്കറിയില്ല. വാ, നമുക്ക് ഇവിടെ ഒളിച്ചിരിക്കാം. ഞാൻ ഓടി ഇത് എവിടെയാ എത്തിയത്? എന്തൊക്കെ കുപ്പികളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്? നല്ല രസമുണ്ട് ഈ പച്ചക്കുപ്പിയിലത്തെ ഈ വെള്ളം കാണാൻ. ഇതൊക്കെ എന്ത് വെള്ളാ? ഹായ്, ഈ കുപ്പി കാണാൻ നല്ല മുഞ്ചുണ്ട്. എടാ, ഇവരെന്താടാ എന്തെല്ലോ പറയുന്നത്? ഇത്രയും സമയം പേടിച്ചിട്ട് കരയുന്നതല്ലേ കണ്ടത്? കുപ്പീന്റെ മൊഞ്ച് കണ്ടപ്പോൾ കരയുന്നതെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നത്. ഇങ്ങനത്തെ കുപ്പിയിലല്ലേ ആ കുമാരൻ മീനിനെ പോയിട്ട് നക്കറാക്കിയത്? അതേതാടാ പോക്കറിന്റെ കാര്യം പറയുന്നത്? പോക്കർ എന്നല്ലടാ പറഞ്ഞത്, അക്കറാന്നാ. അതെന്നാടാ സാധനം അക്കറാന്ന് പറഞ്ഞാല്? അത് ഏന്റി അക്വേറിയം എന്നാ ഉദ്ദേശിച്ചത്. അയ്യേ, അതിനെയാണോ മീനിനെ പോയിട്ട് അക്കറാന്ന് പറഞ്ഞത്? അല്ല, ഇതെന്നാ ഈ ബോക്സില് കുറെ കത്തിയും കത്രികയും ഒക്കെ ഉണ്ടല്ലോ. പറയും പോലെ കത്രിക കുത്താൻ വരുന്നത് പേടിച്ചിട്ടില്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? പറയുമ്പോൾ അതെന്നോട് മറന്നുപോയിനി. എന്റെ അല്ലോ, ഞാനിത് എവിടെയാ ഉള്ളത്? എടാ, വന്ന് ബോധം വന്ന്. ഭൂതം വന്ന? ഭൂതാ? എന്റെ അല്ലോ, ഞാൻ ഭൂതം എന്നല്ല പറഞ്ഞത്, ബോധം വന്നാ. എടാ, കുഞ്ഞാമിത്താരോട് പറടാ. കുഞ്ഞാമിത്ത വിചാരിച്ചത് ഭൂതം വന്നാ. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. അയ്യോ, ഞങ്ങളാ? എന്ത്? അല്ല, നിങ്ങളാ? ഞങ്ങൾ തന്നെ. നിങ്ങൾ എന്താ ശരിക്കും കളിക്കുന്നത്? എന്താ? എന്താന്ന് നിങ്ങൾ എന്തിനിങ്ങനെ സൗണ്ട് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നത്?
പറഞ്ഞിട്ട് ഓടിയത്? എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. കത്രികയും ബോട്ടിലും ഒക്കെ തനിയെ നടന്നു വരുന്നത് നമ്മൾ കണ്ടില്ലേ? അതുകൊണ്ട് ഈ റൂമിൽ എന്തോ ഒന്നും ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് ഈ റൂമിൽ നിന്ന് പുറത്തു പോകാനുള്ള വഴിയാണ് നോക്കേണ്ടത്. അതെങ്ങോട്ടാണ്? അതങ്ങോട്ടാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓരോന്ന് കണ്ട് പേടിച്ചോടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പുറത്തു പോകുവാൻ പറ്റുന്നില്ല. ഇനി എന്ത് കണ്ട് പേടിച്ചാലും നമ്മൾ മൂന്നാളും ഒരു വഴിക്ക് തന്നെയാണ് ഓടേണ്ടത്. മൂന്നാളും മൂന്ന് വഴിക്ക് ഓടിയാൽ നമുക്ക് പുറത്തു പോകുവാൻ പറ്റില്ല. അത് നീ പറഞ്ഞത് കാര്യമാണ്. അല്ലടാ, നേരത്തെ കത്രിക നമ്മളെ കുത്താൻ വന്നതുപോലെ ഇനിയും ഓരോരോ സാധനങ്ങൾ വരില്ലേ? ചിലപ്പോൾ വരും. അത് നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ കരയണ്ട. അത് വരുമ്പോൾ കരഞ്ഞാൽ മതി. വാ നടക്ക്. ഇവിടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കണ്ട. നമുക്ക് പുറത്തു പോകാനുള്ള വഴി നോക്കാം. അയ്യോ, ഇവിടെയൊന്നും ആ മരുന്ന് കാണുന്നില്ലല്ലോ. ഞാനിനി എന്ത് കുടിച്ചാലാണ് പണ്ടത്തെ പാച്ചി ആവുക? എന്നെ ഇപ്പോൾ ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇതൊക്കെ ആരോടാ ഒന്ന് പറയുക? എന്റെ സംസാരവും ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്നുള്ള കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കുക? ആ ഇക്രുവിന്റോടും സൽമാന്റോടും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്നെ രക്ഷിക്കുവാൻ പറ്റുമായിരിക്കും. പക്ഷേ അവരോട് ഞാനിത് എങ്ങനെയാ പറയുക? അവരിവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവരെ ഞാൻ ഇത്രയും സമയം പേടിപ്പിച്ചത് മോശമാണോ? ഏയ് അല്ല, ഞാനൊരു തമാശക്ക് ചെയ്തതല്ലേ. വെറുതെ ഒന്ന് പേടിപ്പിച്ചതല്ലേ. അവർക്ക് അപകടമൊന്നും പറ്റിയില്ലല്ലോ. അവർക്ക് എന്റെ ഈ അവസ്ഥ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവർ എന്നെ രക്ഷിക്കും. അവരടുത്ത് ചെല്ലാം. എന്നിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്ന്. അവർ ചിലപ്പോൾ എന്നെ പേടിച്ചിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും. അവർക്കറിയില്ലല്ലോ ഞാനാണ് കത്രികയെ കൊണ്ട് നടന്നതെന്ന്. അവർ വിചാരിക്കുന്നത് കത്രിക തനിയെ നടന്നു പോയതാണെന്ന. പാവം, അവർ ശരിക്കും പേടിച്ചു പോയിട്ടുണ്ടാകും. എന്തായാലും സാരമില്ല, അവരെ എങ്ങനെയെങ്കിലും അറിയിക്കണം ഞാൻ ഇൻവിസിബിൾ ആയിട്ടാണ് ഉള്ളതെന്ന്. സൗണ്ട് ഉണ്ടാക്കാതെ വാ. എന്റെ അമ്മ, എന്റെ പിറകിൽ അവരില്ലേ? ഞാനിവിടെ ഒറ്റയ്ക്കാ ഉള്ളത്. ഒന്ന് ഓടി വാ. എന്താ എന്താ ഇനി? എടാ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട. അതിനാ ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്ത്? ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയാനാണോ നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ഓ, ഇങ്ങക്കെന്നാ ശരിക്കും വട്ടാണോ? നിങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? ആടാ, അത് പറയാനല്ലേ ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണ്ട, അങ്ങോട്ട് തന്നെ നടന്നോ. ഓ, ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ലേ? ആടാ പൊട്ട, അത് പറയാൻ തന്നെയല്ലേ ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഓ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലേ? നിങ്ങൾ വരണ്ട. അതിന് ഞങ്ങൾ വന്നില്ലേ? നിങ്ങൾ വരണ്ട. ഓ, ഒരൊറ്റ ചവിട്ടങ്ങ് തരും. കൊറേ സമയമായി കൊക്കോന്ന് പറയുന്നു. അല്ല, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞത്? അത് നീ ഇവിടെ നോക്കടാ. എന്താ? നിനക്ക് ഇവിടെയൊന്നും കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഇല്ല, എന്താ? എടാ, ഇതിലൂടെ പോകുവാൻ ഒരു വഴിയില്ല. എന്ത്? എടാ, നീ നോക്ക്, ഇതിലൂടെ നമുക്ക് എവിടെയും പോകുവാൻ പറ്റില്ല. അത് പറയാനാ ഞാൻ നിങ്ങളെ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇതിലൂടെ എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയുവാൻ. ഇതിനാണോ നിങ്ങൾ ഇത്രയും ബഹളം ഉണ്ടാക്കി ഞങ്ങളെ വിളിച്ചത്? അതിന് ഞാൻ ബഹളം ഉണ്ടാക്കിക്കില്ലല്ലോ. എന്ത്? അല്ല, ബഹളം ഉണ്ടാക്കിക്കില്ലല്ലോ. ബഹളം ഉണ്ടാക്കിക്കില്ലെന്നാ? പിന്നെ ഇത്രയും സമയം എടാ ഇക്രു, സുലൈമാനെ, അന്തർമാനെ, പോക്കർമാനെ എന്നൊക്കെ വിളിച്ചത് ആരാ? പോക്കർമാനാ? ഇങ്ങളെ കൊണ്ട് എന്തൊരു ഇടങ്ങാറാ. ഇഞ്ചി എല്ലാരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സമാധാനായിക്കില്ലേ? അല്ലടാ, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളൊന്നും മിണ്ടാണ്ട് നടക്കണ്ടേ? അല്ല എടാ ഇക്രു, ഇങ്ങോട്ട് പോകാൻ വഴിയില്ലല്ലോ. ആദ്യം നിങ്ങളോടാണ് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നടക്കറാ. ഇവരോട് സംസാരിച്ച് ഞാൻ മടുത്ത്. ഞാനും ഇനി ഞാനൊന്നും സംസാരിക്കില്ല. പോവും ഞാന്. എത്ര സമയമായി അന്വേഷിക്കുന്നു, അവരെ കാണുന്നില്ലല്ലോ. എല്ലാ ഭാഗത്തും ഞാൻ അന്വേഷിച്ചിട്ട് എന്നിട്ട് അവരെ കണ്ടില്ലല്ലോ. ഇനി ഇതിന്റെ ഉള്ളിലും കൂടിയേ നോക്കുവാൻ ബാക്കിയുള്ളൂ. എന്തായാലും ഇതിന്റെ ഉള്ളിൽ അവർ കയറില്ല. കാരണം ഈ ലാബിൽ കയറിയാൽ സാർ എന്തായാലും വഴക്ക് പറയില്ലേ. എന്നാലും ഈ ഇക്രവും സൽമാനും എവിടെ പോയിട്ടുണ്ടാകും? അവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ പോയിട്ടുണ്ടാകുമോ? കയറി നോക്കിയാലോ? ഒന്ന് കയറി നോക്കാം. ഇനി അതിന്റെ കുറവ് വേണ്ട. ഒരു കടലാസ് കിട്ടി. ഇനി പെന്ന് വേണം. ഇനി ഇതിൽ ഞാൻ ഇൻവിസിബിൾ ആയ കാര്യം എഴുതിയിട്ട് ആ സൽമാന്റെയും ഇക്രുവിന്റെയും കയ്യിലേക്ക് എത്തിക്കണം. അവർക്കിത് വായിച്ചാൽ കാര്യം മനസ്സിലാകും. അപ്പോൾ അവർ എന്നെ രക്ഷിക്കും. അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അതിന് ഇതൊക്കെ എഴുതണമെങ്കിൽ ആദ്യം പെന്ന് കിട്ടണം. പെന്നിതെവിടെ ഉണ്ടാവുക? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഇല്ലാന്നാ തോന്നുന്നത്. അപ്പുറം പോയി നോക്കാം. ഇവിടുന്നെങ്കിലും ഒരു പെണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു.
എത്ര സമയമായി ഞാൻ നോക്കുന്നു. ഈ പെണ്ണൊക്കെ എവിടെയാ ഉള്ളത്? ഈ വേസ്റ്റ് ബാസ്ക്കറ്റിലും കൂടെ ഒന്ന് നോക്കിയാലോ, അഥവാ ആരെങ്കിലും കളഞ്ഞിട്ടുണ്ടെങ്കിലോ? ഇതിന്റെ ഉള്ളിലൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇനി ഇതിന്റെ ഉള്ളിലില്ലേ ആ ഇക്രവും സൽമാനും? അതാരതാ സൗണ്ട് കേൾക്കുന്നത്? ആ, ഇതാ തുളസിയല്ലേ? എടി തുളസി, തുളസി എന്നെ നീ രക്ഷിക്കടി. അയ്യോ, പറയുമ്പോൾ ഞാൻ പറയുന്നതൊന്നും അവൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇവൾക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ഈ അവസ്ഥയിലാ ഉള്ളതെന്ന്. അഥവാ ഇവൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റിയാലോ? ഇവളെന്തിനെ പേടിച്ചത്? അയ്യോ, ഇവൾക്ക് എന്നെ കാണാൻ പറ്റില്ലല്ലോ. ഈ കടലാസ് മാത്രമല്ലേ കാണാനാകൂ. അവൾ ഈ കടലാസ് കണ്ടിട്ട് പേടിച്ചോടുമോ? കടലാസായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. അപ്പോൾ കടലാസ് കണ്ടിട്ട് പേടിച്ചില്ലല്ലേ? സമാധാനം. അല്ല, ഈ കടലാസ് എന്താ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? കാറ്റത്ത് പാറി നിൽക്കുന്നതായിരിക്കും. ഇവളെവിടെ ഈ കടലാസും കൊണ്ട് പോകുന്നത്? ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. എടി, ആ കടലാസിന് താടി. ഇത് കീറിയിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാം. ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളയാനോ? ഇത് കീറിയിട്ട് ഇതിലിടാം. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടെടുത്ത കടലാസാണത്. ഇനി ഞാൻ എവിടുന്നാ വേറെ കടലാസ് എടുക്കുക? ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ആ ഇക്രവും സൽമാനും ഇവിടെ ഇല്ലേ? അയ്യോ, ഈ കടലാസ് അവൾ കീറിക്കളഞ്ഞല്ലോ. എന്നെ ആർക്കും കാണാൻ പറ്റാത്ത കാര്യം അതിൽ എഴുതിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നാ വിചാരിച്ചത്. ഇനി ഞാൻ എങ്ങനെയാ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ അദൃശ്യമായിട്ടാ ഉള്ളതെന്ന്? അയ്യോ, എന്നെ രക്ഷിക്കുവാൻ ഇനി ആർക്കാണ് പറ്റുക? ഇനി എന്താണ് ഒരു വഴിയുള്ളത്? അവർ ഈ റൂമിൽ നിന്ന് ഇറങ്ങും മുന്നേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം. ആരോ നടന്നു വരുന്ന സൗണ്ട് കേട്ടില്ലേ നമ്മൾ? ഇതിന്റെ ഉള്ളിൽ ആരോ നടന്നു വരുന്നുണ്ട്. എന്നാ അങ്ങനെ ഫസ്റ്റ് എന്നെ പിടിക്കണ്ട, ഇങ്ങളെ പിടിച്ചോട്ടെ, ഞാൻ ബേക്കിൽ നിൽക്കാം. ഇതായിരുന്നോ ഇങ്ങളെ ബഹളം കേട്ടിട്ട് ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. എടാ, രണ്ടുപേരും കൂടി എന്റെ വായി ഇങ്ങനെ നോക്കി നിൽക്കില്ല, അങ്ങോട്ട് നോക്ക്. ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. നേരത്തെ കത്രികയും ബോട്ടിലും ഒക്കെ തനിയെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കണ്ടില്ലേ? അപ്പോഴൊന്നും ഒരു സൗണ്ടും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആരോ നടക്കുന്ന സൗണ്ടാണ് നമ്മൾ കേട്ടത്. അത് ആരായിരിക്കും? ആരോ. അയ്യോ, ആ സൗണ്ട് ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ടല്ലോ. എടാ, എന്താടാ ചെയ്യാ? അത് ചിലപ്പോൾ മാഷായിരിക്കുമോ? മാഷാണെങ്കിൽ നമ്മളെ വഴക്ക് പറഞ്ഞു പറഞ്ഞു കൊല്ലും. അത് തന്നെ, ഇതിന്റെ ഉള്ളിൽ കുട്ടികളൊന്നും കയറരുതെന്ന് മാഷ് പലതവണ പറഞ്ഞതാണ്. അല്ല, ഈ വലിയ ആളുകൾ കയറരുതെന്ന് പറഞ്ഞിനോ? ഇല്ല. എന്നാൽ ഞാൻ രക്ഷപ്പെട്ട്. എന്നെ ആരും വഴക്ക് പറയില്ല. അതിന് മാഷാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞില്ലല്ലോ. നേരത്തെ കണ്ടതുപോലെ തന്നെ വല്ല പ്രേതവുമാണെങ്കിലോ? നേരത്തെ നിങ്ങൾ കണ്ടതല്ലേ കത്രിക തനിയെ നമ്മളെ കുത്താനൊക്കെ വന്നത്? അപ്പോൾ പിന്നെ അത് പ്രേതമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വന്നത്? അപ്പോൾ ആ പ്രേതത്തിന്റെ ആയിരിക്കില്ലേ ചിലപ്പോൾ നമ്മളിപ്പോൾ നടന്നു വരുന്ന സൗണ്ട് കേൾക്കുന്നത്? സൗണ്ട് എടുക്കാണ്ട് രണ്ടുപേരും ഒന്ന് നിൽക്കുമോ? നമ്മൾ ശരിക്കും പെട്ടു. നമുക്കിനി എങ്ങോട്ട് മൂടി രക്ഷപ്പെടാൻ പറ്റില്ല. ആര് വരുന്നതാണെങ്കിലും അയാൾ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആ സൗണ്ട് ഇങ്ങോട്ടെത്തി. ആരും ശബ്ദമുണ്ടാക്കരുത്. കണ്ടല്ലോ, ഇവളാ? എടാ, ഇത് തവളയല്ലേ? തവളയാ? അല്ല, ഇത് അവളല്ലേ? എടി തുളസി, നീയാണോ ഞങ്ങൾ ഇത്രയും സമയം പേടിപ്പിച്ചത്? പേടിപ്പിച്ചതാ ഞാനാ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വേറൊന്നും പറഞ്ഞിട്ടില്ല, പേടിപ്പിച്ചതാ പറഞ്ഞിക്കുള്ളൂ. അതിന് ഞാൻ നിങ്ങളെ പേടിപ്പിച്ചിട്ടൊന്നുമില്ല. എടി, കളവ് പറയരുത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കളവ് പറയരുത് എന്ന്. സത്യമായിട്ടും ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കേ. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചിട്ടില്ല. പിന്നെ നീ അല്ലാണ്ട് വേറെ ആരാ? ഇതിന്റെ ഉള്ളിൽ വേറെ ആരുമില്ല. ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എടാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഉള്ളിൽ വേറെ ആരുമില്ലാന്ന്. അല്ല, ഇങ്ങളെന്നാ കുറെ സമയമായില്ല അങ്ങ് കൊമ്പത്ത് കയറി നിന്നിട്ട് പ്രസംഗിക്കുന്നേ. ഞാനാ? അല്ല, ഇങ്ങളെ പ്രേതം. കുറെ സമയമായി ഞങ്ങൾ എന്ത് പറയുമ്പോൾ അത് ഏറ്റു പറയുന്നേ. നിങ്ങളെന്താ എക്കോയാ? അല്ല. എന്നാൽ ബായ് ബൂട്ടി നിൽക്ക്. നിങ്ങൾ എന്നാ പറഞ്ഞത്? അത് ബായ് ബൂട്ടി നിൽക്കാനേ. ഇങ്ങളെ ഞാൻ ഇന്ന് അടിച്ചു കൊല്ലും. എന്റെ അല്ലോ, അടിച്ചു കൊല്ലുമെന്നാ? അടിച്ചു കൊല്ലാ ഞാനെന്താ കൊതുക? നിങ്ങൾ കൊതുകല്ല, അതിനെ കാട്ടപ്പറ. അതിനെ കാട്ടപ്പറ അതെന്തെന്നാ? ഓ, ഈച്ചയായിരിക്കും ല്ലേ? ഈച്ചയാ? ഞാനാ? ഇവറ ഞാനിന്ന്. എടാ സൽമാനെ, നീ ഇവിടുന്ന് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്ന. നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കാം. എടി തുളസി, നീ സത്യം പറ, നീ നേരത്തെ ഇതിന്റെ ഉള്ളിലുണ്ടോ? ഞാനാ? നീ തന്നെ. നിങ്ങൾ മുണ്ടറ, നിങ്ങളോട് ആരും ചോദിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇപ്പോൾ വന്നതാണ്. സത്യമാണോ? സത്യമാണ്. ഞാൻ നിങ്ങളെ കാണാനിട്ട് ഇവിടെ തിരക്കി വന്നതാണ്. എടാ, അപ്പോൾ ഇവളല്ലടാ നേരത്തെ നമ്മളെ പേടിപ്പിച്ചത്.
ഉള്ളിൽ ശരിക്കും എന്തോ ഒന്നുണ്ട്. ഈ